CBSE 2026 +2 ക്വസ്റ്റ്യൻ പേപ്പർ കോഡായ 65/4/1 65/4/2 അതിലെ ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ്, ഇത് ഏത് ഗ്രാഫാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ടെസ്റ്റിൽ ഓൾറെഡി ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേക്കണെയാണ്, കറക്റ്റ് അങ്ങ് നോക്കി വെച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് y is equal to cosec inverse x ആണ് വരുന്നത്. കാരണം എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -∞ to -1 പിന്നെ വരുന്നത് യൂണിയൻ 1 to ഇൻഫിനിറ്റി ആണ്. ഇങ്ങോട്ടേക്ക് ഈ പോർഷനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റി -∞ +∞ ആണ് വരുന്നത്. അപ്പോൾ ഇത് കാരണം ഇതെന്ന് പറയുന്നത് cosec inverse x ആണ്. പിന്നെ -π/2 to π/2 -h0. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത് if A is equal to matrix Aij is a 2/2 matrix whose elements are given by Aij is equal to I minus 3j, determinant of I minus 3j divided by 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് A' ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം Aij എന്ന് പറയുമ്പോൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? A11 കണ്ടുപിടിക്കുക. A11 എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിൽ എന്ത് കൊടുക്കുക? 1 minus 3 divided by 2. മോഡുലസ് ആണ് വന്നിരിക്കുന്നത്, ഡിറ്റർമിനന്റ് അല്ല. 1 minus 2 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് -2/2. -2/2 എന്ന് പറയുമ്പോൾ +1 ആയിരുന്നു തന്നെ. അതുപോലെ തന്നെ ഇനി അടുത്ത കണ്ടുപിടിക്കുക A12 കണ്ടുപിടിക്കുക. A12 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 1 - 6 divided by 2. അപ്പോൾ എത്ര വരും? -5/2 എന്ന് പറയുമ്പോൾ 5/2 വരും. A12 ഇനി ഏത് ചെയ്യുക? A21 ചെയ്യുക. A21 എന്ന് പറയുമ്പോൾ 2 - 3 divided by 2 മോഡുലസിൽ വരുന്ന കാരണം ഇത് എത്രയാണെന്ന് കിട്ടും? 1/2 ആണെന്ന് കിട്ടും. പിന്നെ ഉള്ളത് A22 എന്ന് പറയുമ്പോൾ മോഡുലസ് ഓഫ് 2 - 6 divided by 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ -4/2. -4/2 എന്ന് പറയുമ്പോൾ 2. A' എന്ന് പറയുമ്പോൾ അത് എന്ത് ചെയ്യുക? തല ഇരിച്ച് ചെയ്ത് 1 1/2 5/2 2 ഇതിന്റെ ട്രാൻസ്പോസ് ആയിട്ട് എടുക്കുക. ഇനി ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് sec inverse √2 + 2 cosec inverse -√2 എത്രയാണെന്നോ ചോദിച്ചേക്കുന്നത്. sec inverse √2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് π/4 ആണ്. +2 ഇൻറ്റു cosec inverse -√2 ആണ്. -√2 ആയതുകൊണ്ട് ഇത് -π/2. അപ്പം π/4 -π/2 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടും? -π/4 ആണ് കിട്ടും. If the point 2, 3, 0, 4 and P2 are collinear, then the value of P, ഇത് കൊലീനിയർ ആണെങ്കിൽ പിയുടെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചേക്കണം. അപ്പോൾ ഇത് വാല്യൂസ് കൊടുക്കുക. 2, 3, 0, 4, P, 2, 1, 1. ഇനി എന്ത് ചെയ്യുക? ഫസ്റ്റ് പോർഷൻ എടുക്കുമ്പോൾ 4 - 2, പിന്നെ മിഡിൽ വരുമ്പോൾ -3 ഇൻറ്റു 0യും -pയും +1 ഇൻറ്റു 0യും -4p = 0. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 4 + 3p - 4p കിട്ടും. 3p - 4p 1p. അപ്പോൾ p is equal to എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? p എന്ന് പറയുന്നത് 4 ആണ് കിട്ടും. p4 എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് പോർഷൻ വളരെ എളുപ്പമുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതില് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് e raised to x വിത്ത് റെസ്പെക്ട് ടു x. അപ്പം e raised to x ഡെറിവേറ്റീവ് ആണ് ചോദിച്ചിരിക്കുന്നത്. e raised to x-ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു e raised to x. പിന്നെ സിക്സ്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് ദ സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ വെൻ ഇറ്റ്സ് വോളിയം ചേഞ്ചസ് അറ്റ് ദ സെയിം റേറ്റ് ആസ് ഇറ്റ്സ് റേഡിയസ് ഈസ്. അതിന്റെ സർഫസ് ഏരിയ ആണ് വെച്ചേക്കണം. വോളിയം എന്ന് പറയുന്നത് dv/dt is equal to dr/dt. ഇത് രണ്ട് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ് dr/dt. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് r³ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3r² dr/dt ആണ് വരുന്നത്. ഈ r² വരുമ്പോൾ എന്ത് ചെയ്യും? ഈ 3യും മുകളിലത്തെ 3യും താഴത്തെ 3യും വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് 4πr² dr/dt is equal to dr/dt. ഇത് രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ എത്ര കിട്ടും? 4πr² is equal to 1. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്ന് പറയുന്നത് എത്രയാണ്? 1 സ്ക്വയർ യൂണിറ്റ് ആണ് കിട്ടും. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ അകത്ത് f of x is equal to sin x/x k plus cos x not equal to 0. x 0 ആകുമ്പോൾ k. അപ്പം കണ്ടിന്യൂസ് ആണോന്ന് ചോദിച്ചേക്കണം. at x is equal to 0 ഇല്ല. അപ്പോൾ f of 0 കൊടുക്കും. f of 0 കൊടുക്കുമ്പോൾ ലിമിറ്റ് h tends to 0 f of x. f of 0യുടെ വാല്യൂ k ആണ് തന്നിട്ടുണ്ട്. ലിമിറ്റ് h tends to 0 sin x/x plus cos x. ലിമിറ്റ് കൊടുക്കുമ്പോൾ sin x/x എന്ന് പറയുന്നത് 1 ആവും. cos 0 എന്ന് പറയുന്നത് 1 ആണ് തന്നെ. അപ്പോൾ kയുടെ വാല്യൂ എത്രയാണെന്ന് കിട്ടും? 2 കിട്ടും. അപ്പോൾ വാല്യൂ റേഞ്ചസ് ചെയ്യുന്നത് ഏതാണ്? x is equal to 0യും x is equal to 2. അപ്പോൾ ഓപ്ഷൻ ദ വാല്യൂ ഓഫ് k എന്ന് പറയുന്നത് D.
2 ആണ് കിട്ടുന്നത്. ദ പ്രോഡക്റ്റ് ഓഫ് ദ ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഓർഡറും ഇവിടെയാണ് ഓർഡർ തന്നെ. ഇത് 3 വരും, ഇത് 2 വരും. ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ 3 × 2 6 ആയിരിക്കും ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ അകത്ത് ലീനിയർ അല്ലാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് ഫസ്റ്റ് ഇക്വേഷന്റെ അകത്ത് ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് dy/dx എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ y ആണ് കിട്ടും. അടുത്തതും ലീനിയർ ഇക്വേഷൻ കിട്ടും. പക്ഷെ സിയുടെ കേസ് നോക്കിക്കേ, ഇതിന്റെ അകത്ത് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് ലീനിയർ ഇക്വേഷൻ ആണ് കിട്ടില്ല. ബാക്കി എല്ലാത്തിലും ഇത് എന്താന്ന് കിട്ടും, ലീനിയർ ഇക്വേഷൻ ആണ് കിട്ടും. ഇനി 14th ക്വസ്റ്റ്യന്റെ അകത്ത് ദ റീജിയൻ റെപ്രസെന്റഡ് ബൈ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 3x + y > 3 അല്ലെങ്കിൽ 3x + y = 3 എന്നുള്ള വാല്യൂ ആദ്യം കൊടുക്കുക. അപ്പൊ ആദ്യം ഏത് കൊടുക്കുക, എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്ന വാല്യൂ ഏതായിരിക്കും വന്നത്, എക്സ് 0 ആകുമ്പോൾ y 3, അപ്പൊ 0 3 എന്ന് കിട്ടും. പിന്നെ y 0 ആകുമ്പോൾ എത്രയാന്ന് കിട്ടും, y 0 ആകുമ്പോൾ എക്സ് 1 ആണ് കിട്ടും. അപ്പൊ 1 0 പിന്നെ 3 0, ഇത് 1, ഇത് 1, ഇത് 2, 3. ഇതിൽ കൂടെ ആയിരിക്കും 3x + y = 3 പോണേ. എക്സും വൈയും > 0 എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആക്സസേ ഉള്ളൂ. പിന്നെ 2x - y = -5 എന്ന് പറയുമ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 5 ആണ് കിട്ടും. അപ്പം ഈ പോയിന്റ് ആയിരിക്കും വരുന്നത്. പിന്നെ വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്ന് പറയുന്നത് -5/2. -5/2 എന്ന് പറയുമ്പോൾ 2.5. ഇതിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്ത് പോകണം. ഇതായിരിക്കും റീജിയൻ. അൺബൗണ്ടഡ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് > 3 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കും, മറ്റേതും > 5 -5 എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പൊ ഇതായിരിക്കും വരുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും വരുന്നത്. 15th question. In the graph, feasible region representing the linear programming problem for maximizing ആണ് ചോദിച്ചിരിക്കുന്നത്. z = px + qy. മാക്സിമം ഓഫ് z ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഓഫ് z = മാക്സിമം ഓഫ് zb. അപ്പം ഇത് സോൾവ് ചെയ്യാൻ പറ്റും. p × 0 + q × 5 = p × 3 + q × 4. ഇവിടുത്തെ വാല്യൂസ് ആണ് 0, 5, 3, 4 കൊടുക്കുക മാക്സിമം വാല്യൂ. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ q = 3p ആണ്. ഇനി 16th ക്വസ്റ്റ്യന്റെ അകത്ത് ഇതിന്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം, 3/4 എന്ന് പറയുന്നത് -2/p = 5/q ആയിരിക്കും വരുന്നത്. 3/4 -2/p കൂടി ചെയ്യാൻ നേരത്ത് p എന്ന് പറയുന്നത് എത്രയാണ് കിട്ടും, p = -8/3. q എന്ന് പറയുന്നത് എത്രയാണ് കിട്ടും, 20/3 ആണ്. ഇനി 3 പോയിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC കണ്ടുപിടിക്കാൻ ആദ്യം ഇതിനെ AB വെക്ടർ AC വെക്ടർ ആയിട്ട് എഴുതുക. അത് കഴിഞ്ഞിട്ട് IJK എഴുതുക. പിന്നെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് 1/2 × AB വെക്ടർ ക്രോസ് AC വെക്ടർ എഴുതുക. അപ്പം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും, √53/2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യന്റെ അകത്ത് ചെയ്യാനുള്ളത്, എ ബോക്സ് കണ്ടെയ്ൻ 4 റെഡ് ആൻഡ് 5 ബ്ലൂ 1 green marble. A child randomly takes out the marble from that box. Note down the color. അതിന്റെ കളർ നോക്കുക. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചതുപോലെ തന്നെ ഇടുന്നുണ്ട്. ഈ ആക്ടിവിറ്റി 3 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ് വരുന്നത്, അറ്റ്ലീസ്റ്റ് 1 മാർബിൾ ഈസ് റെഡ്. ഒരു മാർബിളെങ്കിലും റെഡ് ആയിട്ട് വരും. മൊത്തം 4 ആണ് ഉള്ളത്. അതിന്റെ അകത്ത് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. പ്രോബബിലിറ്റി ഓഫ് റെഡ് കിട്ടാനുള്ളത് 4/10 അല്ലെങ്കിൽ 2/5 എന്ന് എഴുതാം. നോട്ട് റെഡ് എന്ന് പറയുമ്പോൾ ബ്ലൂവും ഗ്രീനും ആണ് വരുന്നത്. അപ്പൊ 6/10. 6/10 എന്ന് പറയുന്നത് 3/5 അല്ലെങ്കിൽ 1 - അടുത്ത് പറഞ്ഞിരിക്കുന്ന അറ്റ്ലീസ്റ്റ് 1 ഒരെണ്ണമെങ്കിലും റെഡ് ആയിരിക്കണം. എന്തൊരു റെഡ് ആയാലും കുഴപ്പമില്ല. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റണ റെഡ് കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി നോക്കുക. 1 - പ്രോബബിലിറ്റി ഓഫ് നോ റെഡ് ഇൻ 3 ട്രയൽ. അപ്പോൾ 1 - 3/5 × 3/5 × 3/5. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 98/125 എന്ന് കിട്ടും. 19th ക്വസ്റ്റ്യൻ അസേഷൻ തന്നിട്ടുണ്ട്. എയും ബി എന്ന് പറയുന്നത് 2 സ്ക്വയർ മെട്രിക്സ് ആണ്. അതിന്റെ അകത്ത് എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. ദെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് എ ബി ഈസ് ഈക്വൽ ടു ബി എ. എ ബി ബി എ ഈക്വൽ ആവുന്ന യാതൊരു നിർബന്ധമില്ല. പ്രോഡക്റ്റ് ഓഫ് 2 ഡയഗണൽ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇവിടെ അസേഷനും റീസണും ട്രൂ ആണ്. പ്രോഡക്റ്റ് ഓഫ് 2 ഡയഗണൽ മെട്രിക്സസ് ഓഫ് സെയിം ഓർഡർ കമ്മ്യൂട്ടേറ്റീവ് ആണ്. പക്ഷെ റീസൺ അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇവിടെ f(x) തന്നിട്ടുണ്ട്. ഇത് 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല. പിന്നെ കോഡൊമൈൻ does not exist x is equal to y minus 2 raised to 1/3. n is a domain such that f(x) is equal to x cube plus 2 is equal to y. ഇതിന്റെ അകത്ത്
അസേഷനും റീസണും ട്രൂ ആണ്, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. കാരണം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? h1 ഈസ് ഈക്വൽ ടു h2, h1 ഈസ് ഈക്വൽ ടു h2 എന്ന് തെളിയിച്ചത് നമുക്ക് എന്താന്ന് കിട്ടി? 1 1 ആണ് കിട്ടി. പിന്നെ ഇത് നോട്ട് ഓൺ ടു അല്ല, കാരണം എച്ച് എന്ന് പറയുന്നത് 0 വരുമ്പോൾ 0 എന്തിലെ എലമെന്റ് അല്ല? നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ് അല്ല. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? y എലമെന്റ് ഓഫ് n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എലമെന്റ് ഓഫ് n ആണ്, വൈയും എക്സ് എലമെന്റ് ഓഫ് n ആണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത്. അത് കാരണം ഇത് എന്തല്ല, ഓൺ ടു അല്ല. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നത്. ഇനി സെഷൻ ബിയിലെ ടാൻ ഇൻവേഴ്സ് മൈനസ് 1/√3. അപ്പൊ അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് മൈനസ് 5/6, കോട്ട് ഇൻവേഴ്സ് 1/√3 എന്ന് പറയുമ്പോൾ 5/3. ഇനി സൈൻ മൈനസ് 5/2 എന്നത് മൈനസ് 1-ല്, ടാൻ 2π/3 നമുക്ക് എങ്ങനെ എഴുതാം? π മൈനസ് π/3 എഴുതാം. 180 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ π മൈനസ് π/3 കൊടുക്കുക. അപ്പൊ ടാൻ ഇൻവേഴ്സ് മൈനസ് ടാൻ π/3, ടാൻ 180 മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് തീറ്റ. അത് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് മൈനസ് 5π/12 ആണ്. ഇനി show that the function f of x is equal to cos x divided by pi, x not equal to π/2 മൈനസ് cos x, പിന്നെ മൈനസ് എക്സ് പ്ലസ് π/2 ആണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് നോട്ട് ഈക്വൽ ടു π/2. ഇനി വെദർ ദ ഫംഗ്ഷൻ ഇത് ഡിഫറൻഷ്യബിൾ ആണോ അല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു π/2 ഇല്ലാത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സൈൻ π/2 എന്ന് പറയുന്നത് 0 ആയി, അതുകൊണ്ട് നമുക്ക് അവിടെ π/2 കൊടുക്കണതിന് കുഴപ്പമില്ല. ഈക്വൽ ടു 1 ആണ് കിട്ടും. അപ്പൊ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് കിട്ടി. ഇനി എഫ് ഓഫ് 2 കണ്ടുപിടിക്കുക. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ നോക്കുക. രണ്ടിലും ഡിഫറെന്റ്, ഒരെണ്ണത്തിൽ 1ഉം അടുത്തതിൽ 2 വന്നേക്കണം. അത് ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തതുകൊണ്ട് അത് എന്തല്ല, ഡിഫറൻഷ്യബിൾ അല്ല. Find the value of x for which f of x is equal to x raised to x, x greater than 0 is increasing. f of x നെ ഈ log x raised to x, ഇനി ഇതിന്റെ ഡിഫറൻഷ്യൽ എടുക്കുക. x log x എന്ന് പറയുമ്പോൾ x into 1/x plus log x, പിന്നെ log x minus 1, x raised to minus 1. ഇനി 24th ക്വസ്റ്റ്യനിൽ പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് ദേ ആർ ഫോം ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ. ഐസോസ്ലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടണം. ഏതെങ്കിലും സോൾവ് ചെയ്യുമ്പോൾ എ ബി വെക്ടറോ ബി സിയോ ഏതെങ്കിലും എടുക്കുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ അതെന്തായിരിക്കും? ഐസോസ്ലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ എ ബി വെക്ടറും ബി സി വെക്ടറും രണ്ട് √38 കിട്ടി. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഈക്വൽ സൈഡ്സ് ആണ്, ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ 25th ക്വസ്റ്റ്യനിൽ 4i മൈനസ് ജെ പ്ലസ് 3k ആൻഡ് മൈനസ് 2i പ്ലസ് ജെ മൈനസ് 2k, ഇതാണ് ഫുൾ ക്വസ്റ്റ്യൻ വന്നത്. Find the vector representing flag post of height 5 meter has to be erected perpendicular to both the roads. അതിന്റെ ഓപ്ഷനും ഉണ്ട്. ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് വെക്ടറിന്റെ. അത് എ ക്രോസ് ബി ചെയ്യാം. ഇതായിരിക്കും ഫൈനൽ ആൻസർ വന്നത്. പിന്നെ ബി ക്വസ്റ്റ്യൻ്റെ അകത്ത് ആൽഫ π/4, ബീറ്റ π/3, ഗാമ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് സ്ക്വയർ π/4 പ്ലസ് കോസ് സ്ക്വയർ π/3 പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. കോസ് സ്ക്വയർ π/2 എന്ന് പറയുമ്പോൾ 1/√2 ഹോൾ സ്ക്വയർ, മറ്റേത് വരുമ്പോൾ 1/2 ഹോൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. സോൾവ് വരുമ്പോൾ കോസ് തീറ്റ ഹാഫ് ആണ് കിട്ടും. തീറ്റ കോസ് തീറ്റ എപ്പോഴാണ് ഹാഫ് ആവുന്ന? π/3 വെച്ച്. Components of a vector along x, y, z axis are 1/√2, 1/2, 1/2. ഇതായിരിക്കും വാല്യൂസ്.
ഗ്രേഡ് 6 മുതൽ ഗ്രേഡ് +2 വരെയുള്ള ക്ലാസ്സസിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സെക്ഷൻ സി നെക്സ്റ്റ് വീഡിയോ.